ഇപ്പോൾ സീരിയലിൻ്റെ വരാനിരിക്കുന്ന ഒരു എപ്പിസോഡ് റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു ദിവസം നമ്മുടെ ചന്ദ്ര അടുക്കളയിൽ ചെന്ന് നോക്കുവാണ് കേട്ടോ. രാവിലെ തന്നെ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല, പാത്രങ്ങളെല്ലാം കാലിയായിട്ട് കിടക്കുവാണ്. ഈ രേവതി എവിടെ പോയി, അവള് ഭക്ഷണമൊന്നും ഉണ്ടാക്കിയില്ല എന്നുള്ള കാര്യം രാഗിക്കൊണ്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോഴാണ് രേവതി അവിടെ ഹാളിൽ കിടക്കുന്നത് നമ്മുടെ ചന്ദ്ര കാണുന്നത്. ഓഹോ, സുഖിച്ച് മഹാറാണിയെ പോലെ ഇവിടെ ഇങ്ങനെ കിടക്കുവാണല്ലേ, ഇന്ന് നിന്നെ ഞാൻ ശരിയാക്കി തരാടി എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ടേബിളിൽ ഇരിക്കുന്ന വെള്ളവുമായിട്ട് ചന്ദ്ര പോകുന്നത് നമ്മുടെ സച്ചി കാണുന്നുണ്ട്. ചന്ദ്ര ആ വെള്ളം എടുത്ത് കൊണ്ടുപോയിട്ട് നമ്മുടെ രേവതിയുടെ മേലേക്ക് ഇങ്ങോട്ട് ഒരൊറ്റ ഒഴിക്കുന്നുണ്ട്. രേവതി പെട്ടെന്ന് അങ്ങോട്ട് എഴുന്നേൽക്കുന്നുണ്ടേ. അമ്മ എന്താ ഈ ചെയ്തതെന്നുള്ള കാര്യം ചോദിച്ചുകൊണ്ട്, നീ എന്താണ് ഈ മഹാറാണിയെ പോലെ ഇവിടെ കിടന്നുറങ്ങുന്നത്, ഇന്ന് ഭക്ഷണം ഉണ്ടാക്കണം എന്നുള്ള കാര്യം നിനക്ക് അറിയില്ല എന്നുള്ള കാര്യം ചോദിച്ചുകൊണ്ട് ചന്ദ്ര അങ്ങോട്ട് തിരിഞ്ഞു നോക്കുമ്പോഴാണ് സച്ചി അവിടെ നിൽക്കുന്നത് ചന്ദ്ര കാണുന്നത്. ചന്ദ്രയുടെ കയ്യിൽ നിന്ന് ആ പാത്രം അങ്ങോട്ട് മേടിച്ചിട്ട് സച്ചി ചന്ദ്രയ്ക്ക് നേരെ അങ്ങോട്ട് ഓങ്ങുവാണ് കേട്ടോ. അമ്മ അല്ലായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ ചന്ദ്രയ്ക്ക് സച്ചിയുടെ കയ്യിൽ നിന്ന് ആ പാത്രം വെച്ച് അടി കിട്ടിയാനെ. നിങ്ങൾ എന്താ കാണിക്കുന്നത്? പിന്നെ അവള് സൂചിച്ച് കിടന്നുറങ്ങുന്നത് കണ്ടില്ലേ, അവൾക്ക് സുഖമില്ല എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയില്ലേ? പിന്നെ നിങ്ങൾ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്നുള്ള കാര്യം സച്ചി ചോദിക്കുമ്പോഴേക്കും, പിന്നെ അവൾക്ക് എന്താ ഇത്ര വലിയ സുഖയുടെ, ചുമ്മാ ജോലി ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ഓരോരോ ഉടായ്പും പറഞ്ഞു കണ്ട് അവൾ കിടന്നുറങ്ങുകയാണെന്നൊക്കെ ചന്ദ്ര ഇങ്ങനെ പറയുമ്പോഴേക്കും, അതുകൊണ്ടല്ല, അവളെ ഞാൻ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പോവായിരുന്നു, അവൾക്ക് സുഖമില്ല, ഛർദിയുണ്ട്, അതുപോലെ തല കറങ്ങുന്നുണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാനാണ് അവളുടെ അടുത്ത് ഭക്ഷണമൊന്നും ഉണ്ടാക്കണ്ടായെന്നും ഇവിടെ കിടക്കാൻ വേണ്ടി പറഞ്ഞെന്ന് സച്ചി പറയുന്നുണ്ട്. ഈ ശബ്ദം കേട്ടുകൊണ്ടാണ് നമ്മുടെ രവി അങ്ങോട്ടേക്ക് വരുന്നത്. എന്താ ഇവിടെ ഒരു ശബ്ദം എന്നുള്ള കാര്യം ചോദിച്ചുകൊണ്ടാണ് രവി അങ്ങോട്ടേക്ക് വരുന്നത്. അച്ഛനറിയോ ഇവര് എന്താ രേവതിയോട് ചെയ്തത് എന്നുള്ള കാര്യം? അല്ല, രേവതി എന്താ മൊത്തത്തിൽ നനഞ്ഞിരിക്കുന്നത്? അത് അമ്മ ഒപ്പിച്ച പണിയാണ്. രേവതി ഇവിടെ കിടക്കുന്ന സമയത്ത് അവിടെ ഇരിക്കുന്ന വെള്ളം എടുത്തിട്ട് രേവതിയുടെ മുഖത്തേക്ക് ഒഴിച്ചു അമ്മ എന്നുള്ള കാര്യം പറയാണ് കേട്ടോ. ചന്ദ്രേ, നീ എന്തൊക്കെയായി കാണിച്ചത്? പിന്നെ അല്ലാതെ അവള് ഭക്ഷണമൊന്നും ഉണ്ടാക്കാതെ സുഖമായിട്ട് കിടന്നുറങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്ന് കരുതിയിട്ട് ഇങ്ങനെയാണോ ചെയ്യുക? അവൾക്ക് എന്തെങ്കിലും വയ്യാണ്ട് കിടക്കുവാണോ എന്നുള്ള കാര്യം നിനക്കറിയോ എന്നുള്ള കാര്യം ചന്ദ്രയുടെ അടുത്ത് രവി ചോദിക്കുമ്പോഴേക്കും ചന്ദ്ര പറയുന്നുണ്ട്, അവൾക്ക് ഒരു അസുഖം ഉണ്ടാവില്ല, അവൾ ചുമ്മാ എല്ലാവരും പറ്റിക്കാൻ വേണ്ടിയിട്ട് വെറുതെ കിടക്കുന്നതായിരിക്കും. ആ പേരും പറഞ്ഞുകൊണ്ട് ഇന്ന് ഭക്ഷണമൊന്നും ഉണ്ടാക്കാണ്ട് അവൾക്ക് ഇങ്ങനെ സൂചിച്ച് നടക്കാലോ എന്നൊക്കെ പറയുന്നുണ്ടേ. നിങ്ങളെ വായ അടക്കി വെച്ചോ, അല്ലെങ്കിൽ ചുമ്മാ എൻ്റെ വായിലിരിക്കുന്നത് വല്ലതും നിങ്ങൾ കേട്ടേനെ. നിങ്ങൾ അമ്മയായി പോയി, അല്ലെങ്കിൽ എൻ്റെ അടുത്ത് നിങ്ങൾക്ക് ഉറപ്പായിട്ട് മടി കൊണ്ടേനെന്നൊക്കെ പറഞ്ഞിട്ട് ആ പാത്രം പിടിച്ചിട്ടാണ് കേട്ടോ നമ്മുടെ സച്ചി അവിടെ തന്നെ നിൽക്കുന്നത്. തുടർന്ന് രവി, എന്താ ചന്ദ്ര ഇത്, നിനക്ക് തീരെ ബോധമില്ലേ? നീ എന്താ വിചാരിച്ചുകൊണ്ട് നടക്കുന്നത്? അമ്മായിമ്മ എന്നുള്ള അധികാരമൊക്കെ എടുക്കും. മരുമക്കളെ അടിമകളാക്കി വെക്കുന്നതല്ല ഒരു അമ്മായിമ്മയുടെ ഗുണം. നീ എന്നാണോ അവൾക്ക് നല്ലൊരു അമ്മായിമ്മയായിട്ട് നടക്കുന്നത്, അത്രയും കാലം മാത്രമേ നിനക്ക് അമ്മായിമ്മ എന്നുള്ള സ്ഥാനത്തിന്റെ ബഹുമാനം അവൾ തരുള്ളൂ. നീ ഏത് രീതിയിലാണോ അവളുടെ അടുത്ത് പെരുമാറുന്നത്, അതേ രീതിയിൽ അവൾ തിരിച്ചും നിന്റെ അടുത്ത് പെരുമാറുള്ളൂ. അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് വേണം ചന്ദ്രൻ നടക്കാൻ. പിന്നെ മക്കളുടെയും അതുപോലെ മരുമക്കളുടെയും മുമ്പിൽ വെച്ച് നിന്നെ തല്ലരുത് എന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ നിന്നെ ഒന്നും ചെയ്യാതെ വിടുന്നത്. അല്ലെങ്കിൽ നിന്നെ എന്ന് പറഞ്ഞിട്ട് രവി കൈ ഓങ്ങുന്നുണ്ട് കേട്ടോ. പക്ഷേ സച്ചിയാണെന്നുണ്ടെങ്കിൽ, വേണ്ട അച്ഛാ, ഈ പ്രായത്തിലൊന്നും ഇവരെ തല്ലിയിട്ടൊന്നും കാര്യമൊന്നുമില്ല, ഇവരൊരിക്കലും നന്നാകാൻ വേണ്ടി പോകുന്നില്ല. അതിരിക്കട്ടെ, രേവതിക്ക് എന്താ കുഴപ്പമെന്നുള്ള കാര്യം അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ രവി ചോദിക്കുന്നത്. അവൾക്കെന്തോ തല കറക്കും അതുപോലെ ഛർദിലും ഉണ്ടെന്നുള്ള കാര്യം പറഞ്ഞു. അവളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഞാൻ ഡോക്ടറിന്റെ അപ്പോയിന്റ്മെന്റ് എടുക്കാൻ വേണ്ടി കോൾ ചെയ്ത് തിരിച്ചു വരുമ്പോഴേക്കാണ് അമ്മ ഈ പണി ഒപ്പിച്ചു വെച്ചത്. എന്നിട്ട് നീ എന്താ അവളെ നോക്കിക്കൊണ്ടിരിക്കുന്നത്? എത്രയും വേഗം തന്നെ അവളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ നോക്കുക എന്നുള്ള കാര്യം രവി പറയുന്നുണ്ട്. ഇവൾക്ക് തലകറക്കും അതുപോലെ ഛർദിയൊക്കെ കേൾക്കുമ്പോഴേക്കും ചന്ദ്രയുടെ മനസ്സിലാണെന്നുണ്ടെങ്കിൽ ഇനി ഇവളെങ്ങാനും ഗർഭിണിയായിരിക്കോ എന്നുള്ളൊരു ചിന്ത വരുന്നുണ്ട് കേട്ടോ. എന്തായാലും എത്രയും വേഗം തന്നെ നിങ്ങൾ ഇവളുമായിട്ട് ഹോസ്പിറ്റലിൽ പോ. ഭക്ഷണത്തിന്റെ കാര്യമല്ലേ, അത് ഞാൻ നോക്കിക്കോളാം. സുധി, നീ പോയിട്ട് ഭക്ഷണം മേടിച്ചിട്ട് വാ എന്നുള്ള കാര്യം പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഓരോരുത്തർ ഓരോ വഴിക്ക് പോയതിനു ശേഷം ചന്ദ്രമതിയുടെ അടുത്ത് പറയുന്നുണ്ട്, നീ ചെയ്യുന്നതെല്ലാം കണ്ടിട്ട് ഞാൻ സഹിച്ചു നിൽക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. എനിക്ക് ഇതിന് പ്രതികരിക്കാൻ അറിയാത്തത് കൊണ്ടല്ല. പിന്നെ രേവതിയാണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഇഷ്ടത്തോടു കൂടി ചെയ്യുന്നു എന്നുള്ള കാര്യം എൻ്റെ അടുത്ത് പറഞ്ഞത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇവിടെ ഒരു വേലക്കാരിയെ വെക്കാത്തത്. അല്ലെങ്കിൽ ഞാൻ എന്നേ വേലക്കാരിയെ വെച്ചേനെ. ഇനി എന്തായാലും രേവതിയെ കൊണ്ട് പണിയെടുപ്പിക്കുക എന്നുള്ള നിന്റെ മനസ്സിലിരിപ്പുണ്ടല്ലോ, അത് ചന്ദ്രൻ നടക്കാൻ വേണ്ടി പോകുന്നില്ല. ഇവിടുത്തെ ജോലികളെല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇനി ഒരാളെ തന്നെ വെക്കാൻ വേണ്ടി പോവുകയാണെന്നുള്ള കാര്യം ചന്ദ്രമതിയുടെ അടുത്ത് പറയുമ്പോഴേക്കും ചന്ദ്രമതിക്ക് ആകെ എന്തൊക്കെയോ പോലെ ആവുന്നുണ്ട് കേട്ടോ. കാരണം രേവതിയെ എങ്ങനെയെങ്കിലുമൊക്കെ കഷ്ടപ്പെടുത്തുക എന്നുള്ള കാര്യത്തെയാണല്ലോ നമ്മൾ ചന്ദ്രമതി വിചാരിച്ചുകൊണ്ട് നടക്കുന്നത്. അവളെ ഇവിടുത്തെ വെറും വേലക്കാരിയാക്കി മാറ്റുക എന്നുള്ള കാര്യം. എന്നാൽ ചന്ദ്രമതിയുടെ ആ പൂതി ഇനി നടക്കില്ല എന്നുള്ള കാര്യം ചന്ദ്രമതിക്ക് തന്നെ മനസ്സിലാവാണ്. രവിയെ ആ സമയത്ത് എതിർത്ത് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ചന്ദ്രമതിയുടെ കാരണം പൊട്ടു എന്നുള്ള കാര്യം ഉറപ്പുള്ളത് കൊണ്ട് ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ്. തുടർന്ന് സച്ചിയും രേവതിയും കൂടി ഡോക്ടറെ കാണാൻ വേണ്ടി പോകുന്നുണ്ട്. ഡോക്ടറെ കണ്ടിട്ട് ഇങ്ങനെ തലകറക്കും അതുപോലെ അവൾക്ക് വൊമിറ്റ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഒക്കെ വരുന്നുണ്ടെന്നുള്ള കാര്യം പറയുമ്പോൾ രേവതിയുടെ അടുത്ത് കുറേ കാര്യങ്ങൾ നോക്കുകയും ചെക്കപ്പ് ഒക്കെ കഴിഞ്ഞ ശേഷം രേവതിയെ പരിശോധിച്ച് വരുന്ന ഡോക്ടറെ അടുത്ത് സച്ചി ചോദിക്കുന്നുണ്ട്, ഡോക്ടർ, രേവതിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നുള്ള കാര്യം. അവൾക്ക് ഒരു കുഴപ്പമില്ല, ഇതൊരു സന്തോഷമായിട്ടുള്ള വാർത്ത എന്നുള്ള കാര്യം പറയാണേ. അപ്പോഴേക്കും സച്ചിക്ക് കാര്യമൊന്നും മനസ്സിലാവില്ല.
നിങ്ങൾ ടെൻഷനാവൊന്നും വേണ്ട, രേവതി ഗർഭിണിയാണെന്നുള്ള കാര്യം പറയുകയാണെ. അത് കേൾക്കുമ്പോഴേക്കും സച്ചിക്ക് ഭയങ്കരമായിട്ട് സന്തോഷമാവുന്നുണ്ട്. ആ സന്തോഷം എത്രയും വേഗം തന്നെ വീട്ടിലുള്ള എല്ലാവരെയും അറിയിക്കണമെന്ന് വിചാരിച്ചുകൊണ്ട് മധുരമൊക്കെ മേടിച്ചിട്ടാണ് നമ്മുടെ രേവതിയെ സേഫ് ആയിട്ട് കാറിൽ തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോകുന്നത്. വീട്ടിലെത്തിയ ഉടനെ തന്നെ രവി ചോദിക്കുന്നുണ്ട്, എന്താ രേവതിക്ക് ഡോക്ടർ പറഞ്ഞ എന്നുള്ള കാര്യം. അച്ഛാ, ഒരു സന്തോഷമുള്ള വാർത്തയാണ്, അച്ഛനാദ്യം മധുരെടുക്കുക എന്നുള്ള കാര്യം പറയുന്നുണ്ട്. സന്തോഷമുള്ള വാർത്തയോ? അതെ അച്ഛാ, രേവതി ഗർഭിണിയാണ്, ഈ വീട്ടിൽ ഒരു കുഞ്ഞുവാവ് ഉണ്ടാവാൻ വേണ്ടി പോവാണെന്നുള്ള കാര്യം പറയുകയാണേ. ആണോ? നമ്മുടെ രവിക്കും ഭയങ്കരമായിട്ട് സന്തോഷമാവുന്നുണ്ട് കേട്ടോ. മോൾക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ? പിന്നെ ഡോക്ടർ എന്താടാ പറഞ്ഞത്? കുഴപ്പമൊന്നുമില്ല രേവതിക്ക്, നന്നായിട്ട് ഭക്ഷണം കഴിക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ട്, പിന്നെ കൂടുതൽ ശരീരം ഇളകരുതെന്നും പറഞ്ഞിട്ടുണ്ട്. ആണോ? എന്തായാലും വളരെ സന്തോഷമുള്ള കാര്യമാണ്. ഞാനിതാദ്യം അമ്മയൊന്ന് വിളിച്ച് പറയട്ടെ. അമ്മ എന്തായാലും ഇവിടെ ആദ്യം പിറക്കാൻ വേണ്ടി പോകുന്ന കുഞ്ഞിന് അമ്മയുടെ സ്വത്തുക്കളൊക്കെ എഴുതി വെക്കുന്നുള്ള കാര്യം പറഞ്ഞതല്ലേ. ഈ വിവരം അറിഞ്ഞു കഴിഞ്ഞാൽ അമ്മയ്ക്ക് ഒരുപാട് സന്തോഷമാവെന്ന് പറയുമ്പോൾ അച്ഛൻ വിളിച്ചിട്ട് അച്ഛമ്മയുടെ അടുത്ത് പറ, അച്ഛമ്മയ്ക്ക് ഒരുപാട് സന്തോഷമാവെന്ന് പറയണേ. അങ്ങനെ രവി കലാവതിയെ വിളിച്ചിട്ട് കാര്യം പറയാണ്. കലാവതി കേട്ട ഉടനെ തന്നെ എനിക്ക് എൻ്റെ മോളെ കാണണം, അവൾക്ക് എൻ്റെ കൈ കൊണ്ട് എനിക്ക് മധുരം കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഉടനെ തന്നെ വരാ എന്നുള്ള കാര്യം അച്ഛമ്മ പറഞ്ഞിട്ടാണ് ഫോൺ വെക്കുന്നത്. അമ്മ ഇങ്ങോട്ട് വരുന്നുണ്ട് എന്നുള്ള കാര്യം നമ്മുടെ സച്ചിയുടെ അടുത്ത് രവി പറയുമ്പോഴേക്കും, അച്ഛമ്മേ ഞാൻ പോയിട്ട് കൂട്ടിക്കൊണ്ട് വരണോ എന്ന് സച്ചി ചോദിക്കുന്നുണ്ട്. വേണ്ട, നീ ഇപ്പം രേവതിയുടെ കൂടെ ഇരുന്നാൽ മതി. ഇനി എന്തായാലും ഉടനെ തന്നെ ഒരു റൂം കെട്ടിയേ പറ്റുള്ളൂ. രേവതി ഇനി ഒരു അമ്മയാവാൻ വേണ്ടി പോവല്ലേ, അവൾക്കും നിനക്കും തനിയെ താമസിക്കാനും അവൾക്ക് റെസ്റ്റ് എടുക്കാനും ഒക്കെ ഒരു റൂം അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെ സുധിയുടെ കടയിൽ നിന്ന് 5 ലക്ഷം രൂപ എടുത്തിട്ട് അത് പണിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ തീരുമാനിക്കുന്നത്. സുധി കട തുടങ്ങിയത് രവിയുടെ ആ 50 ലക്ഷം രൂപ കൊണ്ട് ആണ് എന്നുള്ള കാര്യമൊക്കെ അറിഞ്ഞതിന് ശേഷമാണ് ഈ സംഭവം. അതുകൊണ്ട് തന്നെ രവിയാണ് ഇപ്പോൾ കണക്കുകളും കാര്യങ്ങളൊക്കെ നോക്കുന്നത്. അങ്ങനെ അതിൽ നിന്ന് തന്നെ നമ്മുടെ സച്ചിക്കും കൂടി വന്ന് ചേരേണ്ട പണമാണല്ലോ. ശ്രീകാന്തും അതിന് യെസ് പറയുന്നുണ്ട്. ആദ്യം സുധി നോ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും സുധിക്ക് ഒരിക്കലും ഒന്നും ചെയ്യാൻ വേണ്ടി പറ്റാത്തൊരവസ്ഥയാവാണ്. ഇതെല്ലാം കേട്ട ചന്ദ്രമതിക്കാണെന്നുണ്ടെങ്കിൽ ആകെ ഷോക്ക് അടിച്ച പോലെ ആവുന്നുണ്ടേ. കാരണം ഇവളിനി ശരിക്കും ഗർഭിണിയായി കഴിഞ്ഞു കഴിഞ്ഞാല് ഇവളെല്ലാവരും തലയിൽ കൊണ്ട് നടക്കും, പ്രത്യേകിച്ച് ആ സച്ചി. ഇനിയിപ്പം പണക്കാരിയൊന്നും അല്ലാത്തത് കൊണ്ട് തന്നെ ശ്രുതി ഒന്നിനും കൊള്ളില്ലാത്തവളുമായി. പിന്നെ അവൾക്കാണെങ്കിലും ഇപ്പം കുഞ്ഞൊന്നും ഉണ്ടാവുന്നതിനോടൊന്നും വലിയ താല്പര്യമൊന്നുമില്ല നമ്മുടെ ചന്ദ്രയ്ക്ക്. അതുകൊണ്ട് തന്നെ എന്തുകൊണ്ടും രേവതിയുടെ കുഞ്ഞാണല്ലോ ആദ്യം പിറക്കാൻ വേണ്ടി പോകുന്നത്. പിന്നെ ആ കുഞ്ഞിനാണ് അച്ഛമ്മയുടെ സ്വത്തുക്കളൊക്കെ കിട്ടാനും വന്നത്. അതുകൊണ്ട് ചന്ദ്രമതിയാണെന്നുണ്ടെങ്കിൽ ശ്രുതിയുടെ സ്ഥാനത്ത് നിന്ന് രേവതിയുടെ ഭാഗത്തേക്ക് മെല്ലെ ചായുന്നൊക്കെ ഉണ്ട് കേട്ടോ. എന്തായാലും വരാനിരിക്കുന്ന എപ്പിസോഡുകളൊക്കെ നല്ല അത്യുഗ്രൻ എപ്പിസോഡുകളാണ്. ബാക്കി വിശേഷങ്ങൾ കേൾക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് എപ്പിസോഡിൽ നിന്ന് കമന്റ് ചെയ്യണേ. താങ്ക് യു.